അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ടേസ്റ്റി ഡ്രീമേഴ്സ് എന്ന ഫുഡ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ ഗാർലിക് ബോൾസ് ആണ്. ഇത് ഇഫ്താറിന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. ഇത് 5 പൊട്ടറ്റോ ബോയിൽ ചെയ്ത് സ്മാഷ് ചെയ്തതാണ്. ഇത് 2 വലിയ സവാള ഇതേപോലെ കനം കുറച്ചിട്ട് മുറിക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, ചില്ലി ഫ്ലെക്സ് എല്ലാം 1 ടീസ്പൂൺ വെച്ച് മതി. ഇത് ചില്ലി പൗഡർ, ടെർമറിക് പൗഡർ, ബട്ടർ, ലൈം ജ്യൂസ്, സോൾട്ട്, പിന്നെ ചില്ലി ചെറുങ്ങനെ ചോപ്പ് ചെയ്തത്, ഗാർലിക് ചെറുങ്ങനെ ചോപ്പ് ചെയ്തത്, ഒറിഗാനോ, ബ്രെഡ് ക്രംസ്, പിന്നെ ആവശ്യത്തിന് വെള്ളം, മൈദ, ഓയിൽ. ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 ടീസ്പൂൺ ബട്ടറുണ്ട്. ബട്ടർ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഗാർലിക്ക് ഇട്ട് കൊടുക്കാം. ലൈറ്റായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവണം. ഇതിപ്പോൾ ലൈറ്റായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. അതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് തന്നെ നമുക്ക് 1 ടീസ്പൂണ് ഒറിഗാനോ എടുത്ത് വെച്ചത് അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് കുറച്ച് സോൾട്ട് കുറച്ച് വന്നിട്ട് കൊടുക്കും. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നല്ലോണം കുറച്ച് തണുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ പൊട്ടറ്റോ നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ഇട്ടിട്ട് കുറച്ച് ഉപ്പിടാൻ നല്ലോണം ഇത് കുഴച്ചെടുക്കാൻ. അതിനുശേഷം ഈ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഇടാം. ഈ ചോപ്പ് ചെയ്ത് വെച്ച ചില്ലി ഇടാൻ. ചില്ലി ഇടുന്നത് നിങ്ങളുടെ ചോയ്സിന് അനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ഒരാൾക്ക് ഓരോരോ സ്പൈസ് ലെവൽ വ്യത്യാസമുണ്ടല്ലോ. ഇത് 1 ടീസ്പൂൺ ലൈം ജ്യൂസ് ഒഴിച്ച് കൊടുക്കാൻ. ഇനി ഇത് വീണ്ടും നല്ലോണം കുഴച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ച ഗാർലിക്കും ചില്ലി ഒറിഗാനോ മിക്സ് ഇല്ലേ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കണം. ഉപ്പ് പോരാന്ന് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പിടുക. അപ്പോൾ നമുക്കിനി ഇത് ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അതിന് കുറച്ച് ഓയിലൊന്ന് കൈക്ക് ഗ്രീസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കുന്ന ടേസ്റ്റ്. അങ്ങനെ കുറച്ചൊന്ന് ബോൾസ് ആക്കിയിട്ട് എല്ലാം അങ്ങനെ ബോൾസ് ആക്കിയിട്ട് വെക്കാം നമുക്ക്. അപ്പോൾ നമ്മളെ ബോൾസെല്ലാം ഇടാൻ റെഡി ആയിട്ടുണ്ട്. ഇത്രയും ബോൾസാണ് കിട്ടിയത്. പിന്നെ ഇനി നമുക്ക് ഇതിന് കോട്ടിങ് ഉണ്ടാക്കാം. എഗ്ഗിൻ്റെ കോട്ടിങ് ഉണ്ടാക്കേണ്ടത് മൈദൻ്റെ ഉണ്ട്. ഞാൻ പറയുന്നത് മൈദൻ്റെ ഉണ്ടാക്കാമെന്നാണ്. അതപ്പം അങ്ങനെ ഓയിൽ അങ്ങനെ കുടിക്കില്ല. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. ഇതൊരു 1.5 കപ്പ് മൈദ ഉണ്ടാവും. മൈദയും കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വെള്ളം കുറച്ചിത് അധികം ലൂസില്ല ബാറ്റർ ആകാൻ പറ്റില്ല, അധികം ടൈറ്റ് ആകാൻ പറ്റില്ല. നമുക്ക് കലക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിത് നല്ലോണം കലക്കിയെടുക്കാൻ ലംസൊന്നും ഇല്ലാണ്ട് ഇതേപോലെ ഈ ഗ്ലാസ്സിലിപ്പോൾ ഞാൻ ഫുള്ള് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു
അധികം ലൂസും അല്ല അധികം ഭയങ്കര ടൈറ്റും അല്ല, ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കാം. നമുക്കിത് കോട്ട് ചെയ്യാൻ തുടങ്ങാം. ഇതൊന്ന് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലേക്ക് നല്ലോണം ഒന്ന് റോൾ ചെയ്ത് കൊടുക്കും. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ബോൾസും ഇതേപോലെ ആക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് നല്ലോണം ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് മുങ്ങുന്ന ഭാഗത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. നല്ലോണം ഒന്ന് ചൂടായിക്കോട്ടെ. ഇതിപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ചൂട് മതി. മീഡിയം ചൂടാകുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ബോൾസ് ഇട്ട് കൊടുക്കാം. ഇതിനി ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലോണം ആയിട്ടിട്ട് ഞാൻ കോരി മാറ്റിയെന്ന്. അപ്പോൾ നമ്മളെ പൊട്ടറ്റോ ഗാർലിക് ബോൾസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.